നമസ്കാരം. നിങ്ങൾ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ പെൻഷൻകാരനോ ആണോ? എങ്കിൽ നിങ്ങൾക്കായി ഒരു കിടിലൻ വാർത്തയുണ്ട്. നമ്മുടെയെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഒരുപാട് പുതിയ ആനുകൂല്യങ്ങളുമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യസുരക്ഷ എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് തുക കൂടുന്നുണ്ട്, കൂടുതൽ ചികിത്സകൾ ഈ പദ്ധതിയിൽ വരുന്നുണ്ട്, പിന്നെ അടിയന്തര സാഹചര്യങ്ങളിലെ നിയമങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് എത്രത്തോളം കരുത്തേകുമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈയൊരു വിശകലനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് വ്യക്തമായിട്ട് നോക്കും. ആദ്യം ഈ പദ്ധതിയുടെ ബേസിക് വിവരങ്ങൾ, പിന്നെ ഇൻഷുറൻസ് തുക കൂടിയതിനെപ്പറ്റി, പുതിയ ചികിത്സാ സൗകര്യങ്ങൾ, എമർജൻസി സമയത്തുള്ള റീഇംബേഴ്സ്മെന്റ്, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു വിവരങ്ങൾ, അവസാനം ഇതിന്റെ എല്ലാം ഒരു ചുരുക്കം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ശരി, ഒന്നാമതായിട്ട് മെഡിസെപ്പ് രണ്ടാം ഘട്ടത്തെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പുതിയ പോളിസി എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? ആർക്കൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രയോജനം കിട്ടാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഈ തീയതി എല്ലാവരും ഒന്ന് ഓർത്തുവച്ചോളൂ. മെഡിസെപ്പിന്റെ ഈ പുതിയ ഘട്ടം തുടങ്ങുന്നത് വരാൻ പോകുന്ന ഫെബ്രുവരി 1 തീയതി മുതലാണ്. ഈ പോളിസിക്ക് ഇനി അങ്ങോട്ട് 2 വർഷത്തേക്ക് കാലാവധിയുണ്ടാകും. ഈ പദ്ധതിയുടെ ഗുണം കിട്ടുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കിയാലോ? സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും, അതുകൂടാതെ യൂണിവേഴ്സിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പെൻഷൻകാരും, പിന്നെ ഇവരുടെ എല്ലാം ആശ്രിതരും ഇതിലുൾപ്പെടും. അതായത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ ഈ പുതിയ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്കും ഓട്ടോമാറ്റിക്കായി ലഭ്യമാകും. ഇനി നമുക്ക് ഈ പുതിയ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് വരാം. ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റമാണിത്. ഓർക്കുന്നുണ്ടോ? 1 ഘട്ടത്തിൽ നമുക്ക് 1 വർഷം കിട്ടിയിരുന്ന കവറേജ് 3 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ഘട്ടത്തിൽ അത് നേരെ 5 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ചികിത്സാ ചെലവൊക്കെ കൂടിവരുന്ന ഈ കാലത്ത് ഇത് തീർച്ചയായും വലിയൊരു ആശ്വാസം തന്നെയാണ്, അല്ലേ? അതെ, 5 ലക്ഷം രൂപ. ഇതാണ് നിങ്ങളുടെ പുതിയ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ. ഓരോ വർഷവും ഈ തുക വരെയുള്ള ചികിത്സകൾ നിങ്ങൾക്ക് സൗജന്യമായി നേടാമെന്ന് ഇത് ഉറപ്പുതരുന്നു. ഇത്രയും വലിയൊരു പരിരക്ഷ കിട്ടാൻ നമ്മൾ മാസം എത്ര രൂപ പ്രീമിയം അടയ്ക്കണം എന്നല്ലേ? ഒരു മാസം വെറും 687 രൂപ. അതായത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ആശ്രിതർക്കും കൂടി ആകെ നൽകേണ്ടി വരുന്നത് 8244 രൂപ മാത്രമാണ്. അടുത്തതായിട്ട് കവറേജ് തുക മാത്രമല്ല കൂടിയിരിക്കുന്നത്, നമുക്ക് കിട്ടുന്ന സേവനങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ ചികിത്സാരീതികളും ആശുപത്രികളും ഇപ്പോൾ മെഡിസെപ്പിന്റെ ഭാഗമാവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. മുൻപ് ഈ പദ്ധതിയിൽ 1920 ചികിത്സാ പാക്കേജുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഘട്ടത്തിൽ അത് 2516 ഉയർന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും ഇനി മുതൽ മെഡിസെപ്പിലൂടെ പരിരക്ഷ ലഭിക്കും. ആശുപത്രിവാസം കുറച്ചുകൂടി സൗകര്യപ്രദമാക്കാനും ചില പ്രധാന മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സ്വകാര്യ ആശുപത്രികളിലെ മുറി വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് 5000 രൂപ വരെയും സർക്കാർ പേ വാർഡുകൾക്ക് 2000 രൂപ വരെയും ഇനി ലഭിക്കും. അതുമാത്രമല്ല, മുട്ട്, ഇടുപ്പല്ല് മാറ്റിവെക്കൽ പോലുള്ള വലിയ ശസ്ത്രക്രിയകൾക്ക് ഇനി സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കാം. പിന്നെ ഒരേ സമയം സർജിക്കൽ മെഡിക്കൽ ചികിത്സകൾക്ക് പരിരക്ഷ ലഭിക്കുമെന്നതും വലിയൊരു നേട്ടം. ചിലപ്പോൾ ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രി തിരഞ്ഞെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? മെഡിസെപ്പിന്റെ പുതിയ നിയമങ്ങൾ ഇവിടെയാണ് നമുക്ക് സഹായകരമാകുന്നത്. ജീവിതത്തിലെ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു റോഡപകടം, ഒരു ഹൃദയാഘാതം, അല്ലെങ്കിൽ പക്ഷാഘാതം. അത്തരം സമയങ്ങളിൽ നമ്മൾ ചികിത്സ തേടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമല്ലാത്ത ഒരു ആശുപത്രിയിലാണെങ്കിൽ പോലും ആ ചികിത്സയ്ക്ക് വരുന്ന മുഴുവൻ ചെലവും നിങ്ങൾക്ക് പിന്നീട് തിരികെ ലഭിക്കും. ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസങ്ങളിലൊന്ന്. ഡയാലിസിസ്, കീമോതെറാപ്പി പോലെ സ്ഥിരമായി ചികിത്സ വേണ്ടിവരുന്നവർക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇൻഷുറൻസ് പോർട്ടലിൽ ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ചികിത്സകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുപോലെ തന്നെ ശ്രീചിത്ര, ജിപ്മർ പോലുള്ള വലിയ ആശുപത്രികൾ ഈ പദ്ധതിയുടെ നെറ്റ്വർക്കിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടെ നടത്തുന്ന ചികിത്സകൾക്ക് പണം തിരികെ ലഭിക്കാൻ പുതിയ വ്യവസ്ഥയുണ്ട്. ശരി, ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പൊതുവായതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇൻഷുറൻസ് കമ്പനി ഏതാണ്? പ്രായപരിധി വല്ലതുമുണ്ടോ? പരാതി പരിഹാരം എങ്ങനെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ ഉണ്ടാകും.
ഇനി എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് ഫലപ്രദമായി പരിഹരിക്കാൻ 3 തലങ്ങളിലുള്ള ഒരു സംവിധാനവും നിലവിലുണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് യാതൊരു പ്രായപരിധിയുമില്ല. ഏത് പ്രായത്തിലുള്ള ആശ്രിതരെയും നമുക്കിതിൽ ചേർക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ വലിയൊരു ആനുകൂല്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഓർത്താലോ? മെഡിസെപ്പ് 2ാം ഘട്ടം നിങ്ങൾക്ക് നൽകുന്ന പ്രധാന നേട്ടങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് കാണാം. അപ്പോൾ പ്രധാന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. കവറേജ് 5 ലക്ഷമായി വർദ്ധിച്ചു. ചികിത്സാ പാക്കേജുകൾ 2516ആയി. പ്രധാന ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടി. എമർജൻസി സാഹചര്യങ്ങളിൽ റീഇംബേഴ്സ്മെന്റ്, തുടർച്ചയായ ചികിത്സകൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ മതി. പിന്നെ പ്രായപരിധി ഇല്ല എന്നതും. ഇത് മാത്രമല്ല, ചില അധിക ആനുകൂല്യങ്ങളും പഴയതുപോലെ തുടരുന്നുണ്ട്. അവയവമാറ്റ ശസ്ത്രക്രിയകൾ പോലുള്ള അതീവ ഗുരുതരമായ ചികിത്സകൾക്കായി 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ ഒരു പ്രത്യേക ഫണ്ടുണ്ട്. അതുകൂടാതെ പദ്ധതിയുടെ 2ാം വർഷത്തിൽ ചികിത്സാ പാക്കേജ് നിരക്കുകളിൽ ഒരു 5% വർധനയും ഉണ്ടാകും. അപ്പോൾ ഇത്രയധികം മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളുമായി മെഡിസെപ്പ് 2ാം ഘട്ടമെത്തുമ്പോൾ ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യപരമായ ഭാവിക്ക് നൽകുന്ന സുരക്ഷ വളരെ വലുതാണ്. ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.